അപ്രതീക്ഷിതമായി ഉണ്ടായ വെള്ളക്കെട്ടിൽ ഭയന്ന് നീലേശ്വരം നഗരസഭയിലെ ചെമ്മാക്കര നിവാസികൾ ഈ ഭാഗത്ത് നിർമ്മിച്ച ബണ്ട് പൊളിച്ചു നീക്കിയതാണ് ഇവിടുത്തെ നിരവധി കുടുംബങ്ങളെ ഇപ്പോൾ വഴിയാധാരമാക്കുന്നത്. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കം ബാധിച്ചത് ചെമ്മാക്കര പ്രദേശത്തെ 65ഓളം കുടുംബങ്ങളെയാണ്. നീലേശ്വരം നഗരസഭയിലെ തീരദേശ പ്രദേശമായ ചെമ്മാക്കരയിൽ 65ഓളം കുടുംബങ്ങളാണ് കലിതുള്ളിയ കാലവർഷത്തിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിന്നത്. ചെമ്മാക്കര മുണ്ടേമാട് പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി മുണ്ടേമാട് നിവാസികളുടെ യാത്രാ സൗകര്യത്തിനായി ബണ്ട് നിർമ്മിച്ചിരുന്നു. ഈ ബണ്ട് പൊളിച്ചു നീക്കാത്തതാണ് ചെമ്മാക്കര ഭാഗത്ത് വെള്ളം കയറാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിപ്പോൾ ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ് പെട്ടെന്നൊരു വെള്ളം കൂടുതൽ ഭയങ്കര ഒഴുക്കുണ്ടായത്. അല്ലാതെ ഈ മുണ്ടേമാടിൻ്റെ പാലം കെട്ടുന്നതുകൊണ്ട് അവർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് അടിയിലെ മണ്ണിട്ട് വലിയ നികത്തിയിട്ടുണ്ട്, ഒരു ബണ്ട് കണക്ക് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മഴക്കാലത്ത് ശരിക്കും വെള്ളം പോകാൻ തുറന്നു വിടേണ്ടതാണ്. അത് തുറക്കാത്തത് കൊണ്ടും പിന്നെ മുണ്ടേമാട് പോകാൻ അവർക്ക് വേറെ വഴിയില്ല, അവർ ഭദ്ര സംവിധാനം ആക്കി കൊടുത്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നല്ല ഒഴുക്ക് ഒഴുകിയിട്ട് ചെമ്മാക്കര ഒരു 10-65ഓളം കുടുംബത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. അല്ല ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായില്ല. ഇങ്ങനെ മുമ്പ് ഒരു 2-3 കൊല്ലം മുമ്പ് ഉണ്ടായതേ ഇല്ലൂ. കാര്യം കൊണ്ട് ആ ഭാഗത്തെല്ലാം പിന്നെ ഉണ്ടായിട്ടുണ്ട്, പാലെല്ലാം ഉണ്ടായതുകൊണ്ട്. ഈ ബണ്ട് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഇത്ര ഒരു കനത്ത വെള്ളപ്പൊക്കം ബാധിച്ചത്. കിഴക്കൻ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ശക്തമായ മഴവെള്ളപ്പാച്ചിലാണ് തേജസ്വിനി പുഴയിൽ വെള്ളം ഇരച്ചു കയറാൻ കാരണമായത്. ഇതിന്റെ ഭാഗമായി തീരദേശ പ്രദേശങ്ങളിലെ പല സ്ഥലങ്ങളിലെ വീടുകളിലും വെള്ളം കയറിയിരുന്നു. 2 ദിവസമായി അതിശക്തമായ മഴയും കാറ്റും ഇതെല്ലാമായിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് തുറന്ന് കൊല്ലത്തിലുണ്ടാകുന്ന തന്നെ ആഗസ്റ്റിൽ ഉണ്ടാകുന്ന. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലോണം ബാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇത് പാലം മുണ്ടേമാട് പാലത്തിൻ്റെ ഇത് അവർക്ക് ഇത് നടന്നു പോകാനില്ല, ഇത് പാലം അതുകൊണ്ട് നടന്നു പോകാനില്ല, ഇത് ബണ്ട് കെട്ടിയിട്ടുണ്ട്. ആ ബണ്ട് കെട്ട് പൊട്ടിക്കാത്തത് കൊണ്ട് ഇപ്പോൾ നമുക്ക് നാട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.